السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ നമ്മോട് വിട പറയാനുള്ള ദിവസങ്ങൾ വളരെയേറെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുണ്യമാക്കപ്പെട്ട രാത്രികൾ നമ്മളിൽ നിന്ന് യാത്രയാകുന്നതോടൊപ്പം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഈദിലേക്കുള്ള കാൽവെപ്പിൻ്റെ തുടക്കവുമാണ് എന്നൊരു സന്തോഷം കൂടി അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വാലിഹായ കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ നമുക്ക് കിട്ടുന്ന ഊർജങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയം. റമദാൻ നമ്മളെ മാറ്റുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബരംഗത്തുള്ള ഒരുപാട് വിഷയങ്ങളെ മാറ്റി തിരുത്തി കൊണ്ടുവരേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാവ്, പിതാവ് എന്നിങ്ങനെയുള്ള ബന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ വിലപ്പെട്ട ബന്ധങ്ങളാണ്. പരിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും കുടുംബത്തെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിക്കുന്നത് കാണാം. മൊത്തത്തിൽ മലയാളത്തിൽ ഒരു പദപ്രയോഗം നടത്താറുണ്ട്: കൂടുമ്പോൾ ഇൻപമുണ്ടാകുന്നതാണ് കുടുംബം. പക്ഷേ പല വീടുകളിലും കൂടുമ്പോൾ ഇൻപമല്ല, കലഹമാണ് ഉണ്ടാകാറുള്ളതെന്നാണ് യാഥാർത്ഥ്യം. 10 മിനിറ്റ് കൂടിയിരുന്നാൽ 11ാമത്തെ മിനിറ്റ് അഭിപ്രായ വ്യത്യാസം കടന്നു വരിക. യോജിപ്പില്ലായ്മ, വിയോജിപ്പുകളുടെ ലോകത്താണെന്ന് കൂടുതൽ ആളുകളുള്ളത്. വാപ്പയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മക്കൾ, മക്കളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം ഉൾക്കൊള്ളാനും തിരിച്ചറിയാനും കഴിയാത്തൊരു ലോകം. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ ഒരു സ്നേഹബന്ധത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ട, കെട്ടിപ്പടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം സ്വപ്നം കാണേണ്ടതും നാം പടുത്തുയർത്തേണ്ടതും. അതിൽ ഒന്നാമത്തെ കാൽവെപ്പാണ് വിവാഹം എന്നുള്ള കാൽവെപ്പ്. വിവാഹ ബന്ധങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാകുന്നത്? നല്ലൊരു കുടുംബം രൂപപ്പെട്ടു വരണമെങ്കിൽ വിവാഹം നന്നാവണം എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ, നമ്മൾ നിക്കാഹ് ഖുതുബകളിലൊക്കെ കേട്ട് ശീലമുള്ള ഹദീസുകൾ നമുക്ക് കാണാം. തുൻകാഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഇണയെ തിരയാറുണ്ട്.
ലിമാലിഹ വലി ഹസബിഹ വലി ജമാലിഹ വലി ദീനിഹ. 4 കാര്യങ്ങൾ റസൂലുള്ളാഹി എണ്ണി പഠിപ്പിച്ചു. 1, ലിമാലിഹ, പെണ്ണിന്റെ സമ്പത്ത് നോക്കി കല്യാണം കഴിക്കുന്നവർ, തിരിച്ചങ്ങട്ടും. വലി ജമാലിഹ, ഭംഗി നോക്കി കല്യാണം കഴിക്കുന്നവർ. വലി ഹസബിഹ, തറവാടിത്വം നോക്കി കല്യാണം കഴിക്കുന്നവർ. വലി ദീനിഹ, അള്ളാന്റെ ദീന് നോക്കി കല്യാണം കഴിക്കുന്ന ആളുകൾ. 4 എങ്ങനെ വിശദീകരിച്ചിട്ട് 1 അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു, ഫളഫിറ ബിദാത്തിദ്ദീൻ, മതബോധമുള്ളവളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. മതബോധമുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ദീനിനായിരിക്കണം. എന്താണ് ദീനിന് പ്രാധാന്യം നൽകാനുള്ള കാരണം? എന്താണ്? കുടുംബരംഗത്തേക്ക് നമ്മൾ കാൽ വെക്കുന്നിടത്ത് സമ്പത്ത് കൂടുതലുണ്ടോ എന്ന് നോക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. നോക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല, പക്ഷെ മതത്തെ നോക്കാതെ, ദീനിനെ നോക്കാതെ, ബേസിക്കായി നമ്മുടെ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാതെ ഭൗതികമായ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടൊരു വിവാഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടം എന്തെന്ന് വെച്ചാൽ, വളർന്നു വരുന്ന തലമുറ യഥാർത്ഥത്തിൽ വഴിതെറ്റുന്ന ഒരു ലോകത്തേക്കാണ് എത്തിപ്പെടുക. അള്ളാന്റെ ദീന് പഠിക്കുന്ന മക്കളെ വാർത്തെടുക്കാൻ ഉമ്മാക്ക് കഴിയില്ല. അതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പരാതിപ്പെട്ടപ്പോ, ഉമറെ, എൻ്റെ മോൻ എന്നെ നോക്കണില്ല, അവൻ എന്നോട് സംസാരിക്കണത് അത്ര നല്ല ശൈലിയിലല്ല, അവന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് ഉപദേശിക്കണം, നിന്റെ വാപ്പാക്ക് നിന്നെ കുറിച്ച് ഇങ്ങനെ പരാതി ഉണ്ട്, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ ഈ മോന് തിരിച്ചു ചോദിച്ചത്, ഉമർ തങ്ങളെ, എൻ്റെ ഉപ്പയെ ഞാൻ നോക്കണമെന്നും പരിചരിക്കണമെന്നും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, മാതാപിതാക്കളെ എങ്ങനെ പരിചരിക്കണമെന്ന് മക്കൾക്ക് അള്ളാഹു ഉപദേശം കൊടുത്തതുപോലെ ഖുർആനിലും സുന്നത്തിലൊന്നും മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കളുടെ ബാധ്യത എന്താണെന്ന ഒരു തിരിച്ചറിവ് ഖുർആനിലും ഹദീസിലൊന്നും ഇല്ല എന്നാണ് ഈ കുട്ടിയുടെ തിരിച്ചുള്ള ചോദ്യം. അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒന്നാമത്തെ മറുപടി എന്താണെന്നറിയോ? നല്ല ഉമ്മയെ തിരഞ്ഞെടുക്കലാണ് ഒരു ഉപ്പയുടെ ഒന്നാമത്തെ ബാധ്യത. നല്ല ഉമ്മാനെ തിരഞ്ഞെടുക്കാൻ കഴിയാം. മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ ഇനിയിപ്പോൾ ഇനി ഇവിടുന്ന് നല്ല ഉമ്മാനെ തിരഞ്ഞെടുക്കുക എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഉള്ളതിനെ നന്നാക്കാൻ നോക്കുക. അതിനെന്തെങ്കിലും തകരാറുകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അതൊന്നും ചിട്ടയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക എന്നല്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കാല് വെക്കുമ്പോൾ ദീന് പരിഗണിക്കാൻ വേണ്ടി, ദീനിനെ പരിശോധിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മതബോധത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് ദീനിയായ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിവാഹങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ കുടുംബം ഒരു നല്ല സംസ്കാരമുള്ള കുടുംബമായി ആ കുടുംബത്തെ വാർത്തെടുക്കാൻ കഴിയും. മൊത്തത്തിലൊരു പ്രയോഗമുണ്ട്, അൽ ഉമ്മ മദ്റസത്തുൽ, ഉമ്മയാണ് മദ്റസ എന്ന ഒരു പ്രയോഗം. അന്ത വാപ്പാന്റെ മദ്രസ എന്ന് പറയത്തെ, വാപ്പ രാവിലെ 10 മണിക്ക് പോയാൽ വാപ്പ തിരിച്ചു വരും. രാവിലെ 6 മണിക്ക് ഇറങ്ങിപ്പോയാൽ വാപ്പ തിരിച്ചു വരും രാത്രി 12 മണിക്കാണ്. ബാക്കി സമയം മുഴുവനും കുട്ടി ഉമ്മയുടെ കരങ്ങളിലാണ്. അപ്പൊ ഉമ്മ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉമ്മ കൊടുക്കേണ്ട ചില ദിശാബോധമുണ്ട്. ആ ബോധം ഉമ്മ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കാൻ വേറൊരാൾ വരൂല. അവിടെയാണ് യഥാർത്ഥത്തിൽ മതബോധമുള്ള ഒരു പെണ്ണ് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചത് മതബോധമുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ മതബോധമുള്ള മക്കളെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അത് കുടുംബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മെ ഉപദേശിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇന്ന് ദീനിയായി മക്കൾ പിറകിലാണ് പല കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ. മക്കളാവട്ടെ രക്ഷിതാക്കളാവട്ടെ മതപരമായി വളരെ പിറകിലാണ്. ഇന്ന് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി അന്വേഷിച്ചാൽ പെൺകുട്ടികളില്ല. കുട്ടികളില്ലായിട്ടല്ല, പെൺകുട്ടികളുണ്ട്. പക്ഷെ വിവാഹം കഴിക്കാൻ ആരും ഒരുക്കല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ കാണാം.
ആൺകുട്ടികളെ കാര്യത്തിൽ ഇന്ന് പിന്നെ വാപ്പാര് കാണുമ്പോഴൊക്കെ പറയും എനിക്കൊരു മോനുണ്ട്, പിന്നെ 10-28 വയസ്സ് പ്രായമായി, മോനക്ക് കല്യാണം കഴിക്കണം. അതെല്ലാവരും സങ്കടമാണ്. പക്ഷെ പെണ്ണ് കിട്ടാല്ല. ഇതൊരു പരാതിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ചെക്കന്മാർ കുറേ ഉണ്ട്, ചെക്കന്മാര് തീരല്ല, പെൺകുട്ടികൾക്ക് വേണ്ടി നല്ലൊരു വരനെ നിങ്ങൾ തെരഞ്ഞു തരണമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ നേരെ തിരിച്ചായി. ഇങ്ങനെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നത് ചോദിച്ചാൽ നല്ലൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരി. നമ്മുടെ എല്ലാ മേഖലയും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ നല്ല മാതാപിതാക്കൾ ഉണ്ടാവണം. 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി എന്ത് നല്ല വിവാഹം കൊടുന്ന് ആലോചന കൊടുത്താലും കുട്ടി പറയ്ക്ക് കല്യാണം വേണ്ട. എത്ര നല്ല ആലോചന കൊടുത്താലും കുട്ടി പറയ്ക്ക് കല്യാണം വേണ്ട. അവസാനം സംസാരിക്കാൻ വേണ്ടി കൊടുന്ന് മുന്നിൽ ഇരുത്തിയിട്ട് ചോദിച്ചപ്പോൾ ഇവിടെ പറയാണ്, മൗലവി ഏത് വിവാഹമാണ്, ഏത് കുടുംബജീവിതമാണ് എന്നോട് നിങ്ങൾ നിർബന്ധിക്കണത്? എൻ്റെ അമ്മ എൻ്റെ വാപ്പി ജീവിച്ച് തീർക്കണ കുടുംബജീവിതം അല്ലേ, അതെനിക്ക് വേണ്ട. ആരാ കുറ്റക്കാര്? എവിടെയാണ് തകരാറ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അക്രമങ്ങളും ഭാര്യ ഭർത്താവിനുള്ള സ്നേഹിക്കേണ്ടതിന് പകരം തച്ചു തീർക്കുന്ന കുടുംബങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വിവാഹത്തിനോടൊരു താല്പര്യമില്ല ഉണ്ടാവുക, വിവാഹബന്ധങ്ങളോടുള്ള താല്പര്യമില്ലാതാവുക. പ്രത്യേകിച്ച് ഈ ലിബറൽ വാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് കാഴ്ചകൾ, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള മെസ്സേജുകൾ അവരുടെ ചെവിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ ആശയങ്ങൾ അവരുടെ തലയിൽ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചയും കൂടി കാണുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും തീരുമാനമാവും. ഇവിടെ നമ്മളാണ് പ്രശ്നം. നമ്മുടെ ജീവിതം നമ്മൾ നന്നായി പരിശോധിക്കണം. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നൊരു ഉമ്മ വീട്ടിലുണ്ടാവണം. വാപ്പാക്കുണ്ട്, ഞാൻ വേറെ പറയാം എടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉമ്മാര ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമാധാനം പകർന്നു കൊടുക്കുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടാവണം. ഭർത്താവ് കച്ചവടം കഴിഞ്ഞ് രാത്രി 12 മണിക്ക് കടക്കടച്ച് 2 കീസ് നിറയെ സാധനം കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിൻ്റെ അടുത്തുനിന്ന് 2 കീസും ഇങ്ങനെ വാങ്ങി അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ക്ഷീണിച്ചു വന്നിരിക്കുന്ന ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്താ കച്ചവടത്തിൻ്റെ അവസ്ഥ? കച്ചവടമൊക്കെ വളരെ മോശമാണ് എന്ന് പറയുമ്പോൾ ഭാര്യ പറയാം, അതന്നെ ഇപ്പം ഞാനും പറയണേ, എന്താപ്പാ കച്ചവടം കൊണ്ടൊക്കെ ഒരു കാര്യം എന്ന് ചോദിക്കണ ഒരു ഭാര്യയാണെങ്കിൽ ആ വീട്ടിൽ എന്ത് സ്വസ്ഥത ഉണ്ടാവുക? ഇവിടെ സ്വസ്ഥതയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ 1-ാം തീയതി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന സമയം ഉമ്മമാരെ ശ്രദ്ധിക്കണ്ടോ? കേൾക്കണങ്ങള്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന ആദ്യത്തെ ദിവസം ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഈ ആയത്ത് അന്ന് കിട്ടിയ ഉടനെ റസൂലുള്ളാഹി വിറച്ചു പനിച്ചു. റസൂലുള്ളാഹിക്ക് വിറയൽ വന്നു റസൂലുള്ളാഹിക്ക്. കാരണം ആദ്യത്തെ അനുഭവം ജിബ്രീൽ ചേർത്ത് പിടിച്ച ദിവസമാണ്, ജിബ്രീൽ മുറുക്കി പിടിച്ച ദിവസമാണ്. ഓടി വന്നു വീട്ടിലേക്ക്. എന്താ പറയണേ? സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, സമ്മിലൂനി യാ ഖദീജ, എന്നൊന്ന് പുതപ്പിട്ട് മൂടു ഖദീജ, എന്നൊന്ന് പുതപ്പിട്ട് മൂട്. പേടിച്ചിട്ടാ റസൂല് വരുന്നത് അല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൻ നൂറിന്റെ മുകളിൽ നിന്ന് ഓടി വന്ന് സമ്മിലൂനി യാ ഖദീജ എന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ഖദീജ ബിബി സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ച് ഇരുത്തിയിട്ട്, നിങ്ങളെ പടച്ച റബ്ബ് കൈവിടൂല, നിങ്ങൾ ബേജാറാകണ്ട എന്നുള്ള വാക്കാ പറഞ്ഞത്. ആരെ മനുഷ്യൻ നിങ്ങളോടാണ് പോയി ഇരിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചോ? അതാണ് ഖദീജ ബിബിന്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ പറയുമായിരുന്നു, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലേ ഞങ്ങളൊക്കെ നിങ്ങളെ ഭാര്യമാരല്ലേ, നിങ്ങളിങ്ങനെ നിങ്ങളെ ഖദീജ ഖദീജ ഇടക്കിടക്ക് ഖദീജാനെ മാത്രം ഇങ്ങനെ വാഴ്ത്തി പറയാനുള്ള കാരണം എന്താണ്? ഖദീജയിൽ നിന്ന് കിട്ടിയ സ്നേഹവും ഖദീജയിൽ നിന്ന് കിട്ടിയ സമാധാനവും അത് ജീവിതത്തിൽ വേറെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വിവാഹബന്ധത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത്
കുടുംബജീവിതത്തിൽ ദാമ്പത്യത്തിന്റെ കാതലായ വശം എന്ന് പറയുന്നത് സൂറത്ത് റൂമിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന്റെ ഭാര്യയും ഇണയാക്കി സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹു നൽകിയ അപാരമായ ദൃഷ്ടാന്തങ്ങളിലെ ഒരു ദൃഷ്ടാന്തമാണ്. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്താണെങ്കിൽ, ഭൂമി ലോകത്തുള്ള സകല ചരാചരങ്ങളും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണെങ്കിൽ, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു രണ്ട് ആണിനെയും പെണ്ണിനെയും ഇണകളാക്കി അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, എന്തിനാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്തിനുണ്ടാക്കി കൊടുത്തത്? ലിതസ്കുനു ഇലൈഹ, പരസ്പരം സമാധാനിക്കാൻ വേണ്ടി. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സമാധാനം, ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് സമാധാനം. ഇത് കിട്ടണില്ലെങ്കിൽ പിന്നെ കുടുംബത്തിൽ എന്തർത്ഥമുള്ളത്? ആ കുടുംബം 10-12 മണിയായിട്ടും അങ്ങാടിയിൽ നിന്ന് വീട്ടിൽ പോകാത്ത മനുഷ്യന്മാരുണ്ട്. 2 കൂട്ടുകാരന്മാരെ കിട്ടിയാൽ രാത്രി ഏതെങ്കിലും 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊരു ചായക്കട ഉണ്ടെങ്കിൽ ആ ചായ തിണ്ണയിൽ തന്നെ 12 മണിയായിട്ട് പോകാത്ത ഒരുത്തനോട് എന്തായാലും ഈ വീട്ടിൽ പോണില്ലേ, എന്താ ഇപ്പം അവിടെ പോയിട്ട് അവിടെ ഉണ്ടൊരു ജന്തു എന്നാണ് പറയുന്നതെങ്കിൽ ആ വീട്ടിൽ സമാധാനമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്വസ്ഥത ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കയറി വരുന്ന ഭർത്താവിനോട് സമാധാനത്തിൽ സംസാരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ കുടുംബരംഗത്തെ സ്വസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. ഒരു നല്ല കുടുംബജീവിതത്തിലേക്കുള്ള കാൽവെപ്പ് നടത്താൻ കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബി രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കുഞ്ഞിന് തീരെ വയ്യ, അസുഖം ബാധിച്ച് കിടക്കുന്ന കുട്ടിയാണ്. കുട്ടിയെ നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഉപദേശിച്ചിട്ട് ഭർത്താവ് ജോലിക്ക് പോയി. വൈകുന്നേരം തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ കുളിച്ചൊരുങ്ങി കാത്തു നിൽക്കുകയാണ്. കയറി വരുന്ന ഭർത്താവിനെ സ്വീകരിച്ച് സലാം പറഞ്ഞ് വീട്ടിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിരുത്തി വെള്ളമെടുത്തു കൊടുത്ത് വൃത്തിയായി വസ്ത്രമൊക്കെ മാറ്റി ഭക്ഷണം കഴിച്ച് സമാധാനത്തിലിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, നമ്മളൊരാളിൽ നിന്ന് കടം വാങ്ങിയാൽ അവധിയെത്തുമ്പോൾ അത് തിരിച്ചു കൊടുക്കണ്ടേ? ഭർത്താവ് പറഞ്ഞു, അതേ കൊടുക്കണം. എന്തപ്പം ഇങ്ങനെ പറയണം? നമുക്കൊരു നിഅമത്ത് അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് സമയമാകുമ്പോൾ തിരിച്ചെടുക്കണ്ടേ? അതേ തിരിച്ചെടുക്കണം. എന്താ ഇങ്ങനെ പറയാൻ? എങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തായ നമ്മുടെ സന്താനത്തെ അള്ളാഹ് തിരിച്ചെടുത്തിരിക്കുന്നതാണ്. കയറി വന്നപ്പോൾ ആ മരണവാർത്ത പറഞ്ഞില്ല. ഈ സ്വഹാബിക്ക് സങ്കടമായി. അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് നേരെ കുട്ടിയുടെ അടുത്ത് ചെന്ന് നെറ്റിത്തടത്തിൽ ചുംബിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്ന് ഭാര്യയെ സംബന്ധിച്ച പരാതി പറഞ്ഞു. എൻ്റെ ഭാര്യ എന്നോട് ചെയ്ത ക്രൂരത കാണണോ റസൂലെ? എനിക്ക് വസ്ത്രം തന്നവള്, എനിക്ക് ഭക്ഷണം തന്നവള്, എനിക്ക് വേണ്ട സമാധാനത്തിന്റെ വാക്കുകൾ തന്നവള്, പക്ഷേ ഈ കാര്യത്തിൽ അവൾ എന്നോട് ചെയ്ത പണി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തേ അവൾ അങ്ങനെ ചെയ്തെന്നല്ല, നിന്റെ ഭാര്യ നാളെ സ്വർഗത്തിലെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ 1ാമത്തെ സ്ഥാനത്തുണ്ടാവുന്നതാണ്. ആ സ്വബർ നോക്കൂ നിങ്ങൾ. ഭർത്താവിന് സമാധാനം നൽകി, ഭർത്താവിന് സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ബേജാറാക്കാതെ ഭർത്താവിനെ സ്വീകരിച്ചൊരു പെണ്ണിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കൊടുത്ത സ്ഥാനം അതാണ്. ആ സ്ഥാനത്തെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഖബ്ബാബിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. ഖബ്ബാബിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബ വനിതകൾ ചോദിച്ചു, റസൂലെ, ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നവളാണവളും, ഞങ്ങൾ ദാനം ചെയ്യുന്നത് പോലെ ദാനം ചെയ്യുന്നവളാണവളും, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളല്ലേ അവളും ചെയ്യുന്നത്, എന്താണ് ഖബ്ബാബിന്റെ ഭാര്യയ്ക്കൊരു പ്രത്യേകത? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ പറഞ്ഞു ഖബ്ബാബിന്റെ ഭാര്യയെ കുറിച്ച്. ഖബ്ബാബിന്റെ ഭാര്യയെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഖബ്ബാബിന്റെ ഭാര്യയിൽ ഞങ്ങൾ കണ്ട ചില ഗുണങ്ങൾ. രാവിലെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മരത്ത് വന്ന് നിന്ന് സലാം പറഞ്ഞിട്ട് ഭർത്താവിനെ പറഞ്ഞേക്കും. വസ്ത്രം മാറി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ഭർത്താവ് കൺമുന്നിൽ നിന്ന് മറയുന്നത് വരെ സലാം പറഞ്ഞു പോകുന്ന ഭർത്താവിനെ നോക്കി നിൽക്കുമായിരുന്നു യാത്രയൊക്കെ എല്ലാ ദിവസവും. വൈകുന്നേരം തിരിച്ചു വരാൻ സമയമാകുമ്പോഴേക്ക് കുളിച്ചൊരുങ്ങി റെഡിയായി ഉമ്മരത്ത് കാത്തു നിൽക്കും അല്ലേ? ഇന്ന് പല കുടുംബങ്ങളിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ യാത്ര അയക്കുന്നത് വിട്ടിട്ട് വിളിച്ചാൽ പോലും കേൾക്കണില്ല എന്നാണ് അല്ലേ? ഭർത്താവിന്റെ കണ്ണട മറന്നു വെച്ചിട്ട് ചോദിക്കാണ്, നിന്റെ കണ്ണട എവിടെ വെച്ച്? അവിടെ എവിടെയൊക്കെ ഉണ്ടാവും, എടുത്ത് നോക്കി മനസ്സിലാന്നാ പറയാ. എവിടെയാണ് കിട്ടുക? നമ്മൾ നമ്മുടെ രൂപത്തിൽ എല്ലാം പരസ്പരം സഹകരിച്ചും
അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബരംഗത്ത് ആ ഒരു ചിട്ടയും ആ ഒരു സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭാര്യമാർ ആ വിഷയം ശ്രദ്ധിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു പരിഗണന, ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് കുടുംബത്തിൽ നിങ്ങൾക്ക് ഭർത്താവിനെ നിർത്താൻ പറ്റുമോ, നിങ്ങളെ കുടുംബം സമാധാനമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ ഈ ദുനിയാവിലും കഴിയുന്ന നാളെ ആഖിറത്തിലും അതുകൊണ്ട് നിങ്ങൾക്ക് കൂലി കിട്ടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ വിഷയം സ്നേഹിക്കുന്നവളാകണം എന്നാണ്. ഈ സമാധാനം തിരിച്ചും കൊടുക്കണം കേട്ടോ ഭർത്താക്കന്മാർ. ഇത് പെണ്ണിന് മാത്രമുള്ളതല്ല, ആണുങ്ങൾക്കും ബാധകമാണ്. സമാധാനം തിരിച്ചും കൊടുക്കുകയാണ്. ചില ഭർത്താക്കന്മാർ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഒരു മൈൻഡ് സെറ്റാണ് ഫിക്സ് ചെയ്യും. മൈൻഡിൽ ഇന്ന് ഞാൻ കയറി ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യ എങ്ങനെയൊക്കെയാണ് എന്നെ സ്വീകരിക്കേണ്ടത് നമ്മൾ ആദ്യമേ കരുതി. കയറി ചെല്ലുമ്പോൾ ഓളെ പണി തീർന്നിട്ടില്ല, പെരിയിൽ തിരക്ക് പിടിച്ച പണിയിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അവളെ കിട്ടിയിട്ടില്ല. അവൾ വന്ന് നമ്മളെ സ്വീകരിക്കാൻ നിന്നിട്ടില്ലെങ്കിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചിലപ്പം കാണാം വീടൊക്കെ ആകെ അലങ്കോലായി കിടക്കണം. ആ സാധുവിൻ്റെ പണി തീർന്നിട്ടുണ്ടാവില്ല, തിരക്കിൻ്റെ ഇടയിൽ കുട്ടി ചെറിയ മക്കളുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ജോലി തീർന്നിട്ടുണ്ടാവില്ല. എന്നാലും അവിടെ കയറി ചെന്നിട്ട് ചില ആൾക്കാർ പറയണ വർത്താനം, വാതിലങ്ങോട്ട് ഉന്തി തുറന്ന് ചോറായോ ചായയോ എന്ന് ചോദിച്ചിട്ട് കയറുക. നേരെ കയറിയിട്ട് എന്താണ് ഇവിടേക്ക് എങ്ങനെ കിടക്കണം, ആ ഒരു ബഹള. വീട്ടിലൊരിക്കലും ഒരു 2 ബെല്ലടിച്ച് ഒരു ബെല്ലടി റസൂലുള്ള പറഞ്ഞല്ലോ, 3 പ്രാവശ്യങ്ങൾ വിളിച്ചിട്ട് ജവാബില്ലെങ്കിൽ അവിടുന്ന് മാറിക്കണം എന്നുള്ള വാക്ക് അല്ലേ. അന്യരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഒരു മര്യാദകളാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു കോളിംഗ് ബെല്ലടിച്ച് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തില്ല, അടുത്ത കോളിംഗ് ബെല്ല് അമർത്തി അങ്ങോട്ട് പിടിക്കല, വിടൂല. അത് ബാത്റൂമിലായിരിക്കാം, ഭാര്യ ബാത്റൂമിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കില, ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ. ക്ഷമ എന്ന് പറയുന്ന സംഭവമില്ലാത്ത മനുഷ്യന്മാരുണ്ട് ഭൂമിയിൽ. എന്നിട്ട് വാതിൽ തുറന്ന എവിടെയാണ് പ്രശ്നമായി. അത് സ്വസ്ഥത കുറവാണ്. അവിടെ സമാധാനത്തിൽ സംസാരിക്കാൻ കഴിയുക ഒരു ഭാര്യയെ പരിഗണിച്ചുകൊണ്ട്, ഭാര്യ എന്ന പരിഗണന നൽകിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് വരുന്ന ഏറ്റവും വലിയ ടെൻഷൻ എപ്പോഴാണെന്നറിയോ? വീട്ടിലെ പണി തീരാത്ത സമയമാണ്. മനസ്സിലുണ്ടാവും ഭർത്താവ് വരുമ്പോഴേക്ക് ജോലിയൊക്കെ ഒന്ന് തീർത്തു വെക്കണം എന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ചെന്ന് നമ്മളാ സമയത്ത് എത്തി, ജോലി തീർന്നിട്ടില്ല, സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതൽ ടെൻഷനാവുകയാണ് ചെയ്യുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മാർഗം എന്താ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവ് അയാൾ വീട്ടിലേക്ക് കയറി വന്നാൽ നേരെ വസ്ത്രം മാറ്റി അടുക്കളയ്ക്കാണ് ചെല്ലുക. നമ്മുടെ കുടുംബജീവിതം മധുരമുള്ളതാക്കാൻ കഴിയും. അടുക്കളയ്ക്കാണ് ചെല്ലുക. ഭാര്യ അലക്കുകയാണ്, അപ്പോൾ ഭാര്യയോട് പറയാണ്, ഞാനേ പാത്രം മുറിക്കോളാം, ഈ അലക്കിക്കോ. അങ്ങനെയുണ്ടാവും. ഇനിയിപ്പോൾ ഞങ്ങൾ പാത്രം മൂറ അല്ലേ? പാത്രം മൂറ എന്നുള്ളത്, ഭാര്യയെ സഹായിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഭാര്യമാർക്ക് ഇത് ഫർളാക്കാൻ മതി. മനസ്സിലായോ? ഇത് കേട്ടിട്ട് ഇനി ഭാര്യമാർ നാളെ വീട്ടിലത് ഫർളാക്കാൻ മതി. സുന്നത്തായ ഒരു കാര്യമാണ് എന്ത്? ഭാര്യയെ സഹായിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് റസൂലിനെ കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു, സ്വഹാബത്ത്. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട്, ചെറിയ പ്രായ ആയിഷ ബീവിക്ക്, ഓടി വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, നിങ്ങളെ കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട് വീട്ടുമുറ്റത്ത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുമുറ്റത്ത് കാണാൻ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാവ് കുഴച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ. ആയിഷ ബീവിക്ക് ഗോതമ്പിന്റെ മാവ് കുഴച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കയ്യിലെ മാവൊക്കൊന്ന് തട്ടി വൃത്തിയാക്കി തോലിൻ്റെ പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നോക്കിയാൽ മുഖം തെളിഞ്ഞു കാണും. ആ പാത്രത്തിലേക്ക്, ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ആ വിയർപ്പൊക്കെ ഒന്ന് തുടച്ച് മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഒതുക്കി വസ്ത്രമൊക്കെ നന്നാക്കാൻ റസൂലുള്ളാഹിനെ കാണാൻ വന്ന ആളുകളുടെ മുന്നിലേക്ക് ചെല്ലാൻ വേണ്ടി റസൂലുള്ളാഹി ഒരുങ്ങുക. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പൗറ് കാണിക്കുക, നിങ്ങൾ സ്റ്റൈലാക്കുക അല്ലേ. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബു ജമാൽ, അല്ല ഭംഗിയുള്ളവനാണ്, അല്ല ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ് ആയിഷ. അതുകൊണ്ട് എന്നെ കാണാൻ വന്ന ഒരാളുടെ മുന്നിലേക്ക് മുഷിഞ്ഞുകൊണ്ട് പോകരുത് ഞാൻ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് റസൂൽ പറയുന്ന വാക്കുകളാണ്. ആലോചിച്ച് ഒരു കുടുംബജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കാനും സന്തോഷിക്കാനും പറ്റുന്ന അവസരങ്ങൾ റസൂൽ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ സഹായിക്കുന്ന ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ, നമ്മുടെ വീട്ടിലെ കുറേ ടെൻഷൻ ഒഴിവായി കിട്ടും.
നമ്മളെ വീട്ടിലെ കുറേ ടെൻഷൻ ഒഴിവായി കിട്ടും. പരസ്പരം ഒന്ന് സഹകരിക്കാൻ, ഒന്ന് ചെയ്തു കൊടുക്കാൻ, അവിടെ തീരാത്ത പണിയിൽ ഒന്ന് കൂടെ നിന്ന് കൊടുക്കാൻ ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ അത് ഒരു സമാധാനം നൽകലാണ്. അതൊരു റിലാക്സ് പോലെ മനസ്സിലൊരു സ്വസ്ഥത ഉണ്ടാവും. മനസ്സിലായോ? ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കെട്ടുറപ്പോടുകൂടി ദാമ്പത്യത്തിന്റെ മേഖല നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം പരസ്പര സ്നേഹം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ഖുർആനിന്റെ പ്രയോഗം മവദ്ദത്തിനെയും റഹ്മത്തിനെയും അല്ലാഹു നിങ്ങൾക്ക് നൽകി. എന്താണ് ഈ മവദ്ദത്ത്? പച്ചയായ വിവാഹ ജീവിതത്തിന് ശേഷമുള്ള പ്രേമത്തിനെയാണ് മവദ്ദത്ത് എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. ആ മവദ്ദത്ത് ജീവിതത്തിൽ ഉണ്ടാവണം. മവദ്ദത്ത് 2-3 കൊല്ലം കൊണ്ട് തീരേണ്ട സാധനമല്ല മവദ്ദത്ത്. മരിക്കണത് വരെ ജീവിതത്തിൽ ഈ മവദ്ദത്ത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയുമോ? സഹോദരങ്ങളെ, ജീവിതത്തിൽ ആ പ്രേമവും ആ സ്നേഹവും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയോ? വറഹ്മ, നിങ്ങൾക്കെന്ന കാരുണ്യവും നൽകി. താടി നരച്ച്, മുടി നരച്ചു പോയി, ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ഭർത്താവ് രോഗിയായ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് ചരിച്ചു പിടിച്ച് കിടത്തിയിട്ട് ഭർത്താവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്ന സമയത്ത് ഭാര്യയുടെ കൽബിലുണ്ടാകുന്ന ഒരു കാരുണ്യത്തിന്റെ ചിന്തയുണ്ട്. ഈ 60 വയസ്സ് വരെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇയാള്, അല്ലേ? അള്ളാഹു ആ ഒരു മാനസികാവസ്ഥ ഒരു ഭാര്യയുടെ കൽബിലേക്ക് ഇത് തിരിച്ചിങ്ങോട്ടുണ്ട്. ഒരു ഭാര്യ അസുഖം ബാധിച്ച് കിടന്നാൽ ആ ഭാര്യയെ പരിചരിക്കാൻ പോകുന്ന ഒരു ഭർത്താവിന്റെ മനസ്സിലേക്ക് അള്ളാഹു കൊടുത്തത് റഹ്മത്താണ്, കാരുണ്യമാണ്. അപ്പൊ ഇത് രണ്ടും സമ്മിശ്രമായി മവദ്ദത്തും റഹ്മത്തും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കുടുംബരംഗത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. കുടുംബരംഗത്ത് നമുക്ക് സ്നേഹം നിലനിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ദാമ്പത്തിക രംഗത്തുള്ള സ്നേഹം എന്നുള്ളത് സഹോദരങ്ങളെ മർമ്മപ്രധാനമായ ഭാഗമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട്. ആയിഷ ബീവി നമുക്ക് പഠിപ്പിച്ചു തന്നൊരു പാഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ് റസൂലുള്ളാഹിന്റെ തലയുള്ളത്. ആയിഷ ബീവിയുടെ മടിയിൽ കിടന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാവുന്നത്. ആ തിങ്കളാഴ്ചയുടെ ലുഹാസമയം അടുക്കുമ്പോ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലുഹാസമയം അടുക്കുമ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിങ്ങനെ നീട്ടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിങ്ങനെ വലിക്കുന്നുണ്ട്, നീട്ടുന്നുണ്ട്. കൈ ഇങ്ങനെ നീട്ടുന്നുണ്ട്, റസൂലുള്ളാഹി വലിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. ആ മന്ത്രിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായുടെ അടുക്കിലേക്ക് ആയിഷ ബീവിയുടെ ചെവി ഇങ്ങനെ വെച്ച് നോക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നന്മയുടെ വാക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാം. ആ സന്ദർഭത്തിലാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി വന്ന്. അബ്ദുറഹ്മാൻ ആയിഷ ബീവിയുടെ ആങ്ങളയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആങ്ങള അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വരുമ്പോ അബ്ദുറഹ്മാനിന്റെ കയ്യിൽ അറാഖിന്റെ കഷ്ണമുണ്ട്, പല്ല് തേക്കുന്ന ആ ദന്തശുദ്ധി വരുത്തുന്ന അറാഖിന്റെ കഷ്ണം. ഈ അറാഖിലേക്ക് നോക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറാഖിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത് പോലെ ആയിഷ ബീവിക്ക് അനുഭവപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി റസൂലിന് പല്ല് തേക്കണം തോന്നുന്നു. റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലേ നിങ്ങൾക്ക് പല്ല് തേക്കണോ, നിങ്ങൾക്ക് അറാഖ് ഉപയോഗിക്കണോ? ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു അതേ എന്ന് തലയാട്ടിയപ്പോൾ അബ്ദുറഹ്മാനിന്റെ കയ്യിൽ നിന്നത് വാങ്ങി. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കുമ്പോൾ അതിൻ്റെ കട്ടിയുള്ള ഭാഗം അത് ലോലമാക്കണം. ആയിഷ ബീവിയുടെ വായിലിട്ട് കടിച്ച് അത് ലോലമാക്കി മിനുസപ്പെടുത്തി റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് കൊടുത്ത് ഹബീബായ റസൂലുള്ളാഹി അതുകൊണ്ട് പല്ല് തേച്ച് ആ തൊട്ടടുത്ത പാത്രത്തിലെ വെള്ളത്തിൽ കൈമുക്കി മുഖം ഇങ്ങനെ തടവിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, യാ ആയിഷ ഇന്നലിൽ മൗത്തില സഖറാത്ത്, മരണത്തിന് അസഹനീയമായ വേദന ഉണ്ട് ആയിഷ, മരണത്തിന് അസഹനീയമായ വേദന ഉണ്ട് ആയിഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ദിവസം വിട പറഞ്ഞു പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. റസൂൽ മരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയതിനു ശേഷം അവിടെ നടന്ന തർക്കങ്ങളും ചർച്ചകളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ ബീവിയുടെ വീട്ടിൽ ഖബറടക്കിയിട്ട് സ്വഹാബത്ത് വരുമ്പോൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, ഉപ്പാൻ്റെ ഖബറിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ മണ്ണിട്ടത്? നിങ്ങൾക്ക് അതിന് മനസ്സ് വന്നോ? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിഷ ഞങ്ങളെ കൈ ഇങ്ങനെ വിറക്കുകയായിരുന്നു, കൽബ് വെറുക്കുകയായിരുന്നു മണ്ണിടുന്ന സമയത്ത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറിലേക്ക് മണ്ണിടാൻ ഞങ്ങളുടെ കൽബിന് വെറുപ്പായിരുന്നു, ഞങ്ങളുടെ കൈകൾ വിറക്കുകയായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന
രംഗം. ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എത്ര സൗഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവതിയാണ്. എൻ്റെ റസൂല് 9 ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന സമയത്താണ് മുത്തുനബി യാത്രയാകുന്നത്. എൻ്റെ മടിത്തട്ടിലാണ് എൻ്റെ റസൂലുള്ളാഹിന്റെ തല ഉണ്ടായിരുന്നത്. എൻ്റെ റസൂൽ എൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത്. ഞാൻ എത്ര ഭാഗ്യവതിയാണ്. എൻ്റെ റസൂലുള്ളാഹ് അവസാനമായി ഹബീബിന്റെ വയറ്റിലേക്ക് എത്തിയത് എൻ്റെ തുപ്പുനീരാണ്. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, എന്തുകൊണ്ടാണ് ഞാൻ അറാക്കിന്റെ കഷ്ണം എൻ്റെ വായിലിട്ട് കടിച്ച് ലോലമാക്കിയതെന്നറിയുമോ? എൻ്റെ റസൂലുള്ളാഹിന്റെ തുപ്പുനീരും എൻ്റെ തുപ്പുനീരും അവസാനമായി ഒന്നിക്കട്ടെ എന്ന് കരുതിയെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുന്നത് കാണാം. എന്നിട്ട് ആയിഷ ബീവി പറയാ, ഞാൻ ഭാഗ്യവതിയാ, മറ്റു ഭാര്യമാരിൽ നിന്നൊക്കെ എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ആ ഭർത്താവിന്റെ മരണത്തിന്റെ സമയത്ത് പോലും ദാമ്പത്യത്തിന്റെ മധുരം ചിന്തിച്ച ആയിഷ ബീവിയുടെ ജീവിതത്തെ നമ്മളൊന്ന് കൃത്യമായി പഠിക്കണം സഹോദരിമാരെ. ജീവിതത്തിൽ പരസ്പരം കലഹത്തിന് പകരം സ്നേഹം പകരം കൊണ്ടുവന്നു വെക്കാൻ, സമാധാനം പകരം കൊണ്ടുവന്നു വെക്കാൻ, ജീവിതത്തിൽ നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ, ഭർത്താവിന് വിലപ്പെട്ട ഒരു ഭാര്യയായി നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തൗഫീഖ് നിങ്ങൾക്ക് വേറെയില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നല്ല ഭാര്യയുടെ ക്വാളിറ്റി പറഞ്ഞിടത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് ഒരു ഭർത്താവ് തൊട്ടടുത്ത് നിന്ന് വിതുമ്പുകയാണ്. വിതുമ്പുന്ന സമയത്ത് അയാളുടെ കൽബ് നിറയെ ഭാര്യയെക്കുറിച്ചുള്ള പൂർണ്ണ തൃപ്തനാണ് അയാളെങ്കിൽ ആ ഭാര്യ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ പൂർണ്ണ തൃപ്തനാണെങ്കിൽ, ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവ് പൂർണ്ണ തൃപ്തനാണെങ്കിൽ ആ ഭാര്യ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിപ്പോർട്ട് കാണാം, 4 കാര്യങ്ങൾ ഒരു പെണ്ണിലുണ്ടെങ്കിൽ, 4 കാര്യങ്ങൾ ഒരു പെണ്ണിലുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് 8 കവാടമുണ്ട്. സ്വർഗത്തിന് 8 കവാടത്തിലെ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും ഒരു പെണ്ണിന് കയറിപ്പോകാൻ അല്ലാഹു അനുവാദം കൊടുക്കും. 4 കാര്യങ്ങൾ. ഒന്ന് അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. 2 വസ്വാമത്ത് ഷഹ്റഹ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണ്. 3-ാമത്തത് വഹഫിളത്ത് ഫർജഹ, ഗുഹ്യസ്ഥാനത്തെ സംരക്ഷിക്കുന്ന പെണ്ണ്. ഭർത്താവിന് മാത്രം നൽകണ്ട, അവളുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്, അവളുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങൾ. അതേപോലെ തന്നെ തന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്. ഈ 4 കാര്യങ്ങൾ ഒരു പെണ്ണിലുണ്ടെങ്കിൽ ആ പെണ്ണിനോട് അല്ലാഹു പറയും, പെണ്ണേ ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ. അയ്യ അബ്വാബിൽ ജന്നത്തി ശിഅത്, നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ, ഏത് കവാടാണോ നിനക്ക് താല്പര്യം തോന്നുന്നത് ആ കവാടത്തിലൂടെ നിനക്ക് കയറാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ്. അള്ളാഹ് അങ്ങനെ പറയുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഭാര്യമാരെ, ഉമ്മമാരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഈ ദറജയിലേക്ക് എത്തണമെങ്കിൽ ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു പെണ്ണായി മാറണം. ഭർത്താവിന് മാത്രം നൽകേണ്ട, ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവളാകണം. അതെ, റസൂലുള്ളാഹി പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി, ഫസ്സാലിഹാത്തുൻ, ഒരു സ്വാലിഹത്തായ പെണ്ണാരാ, ഖാനിതാത്തുൻ ഹഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഖാനിതാത്തുൻ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവളാണ് ഒരു നല്ല പെണ്ണ്. എല്ലാ അർത്ഥത്തിലും. വാട്സാപ്പിൽ ചാറ്റിംഗ് നടത്തുമ്പോൾ അന്യപുരുഷന്മാരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. അന്യപുരുഷന്മാരുമായി ജീവിതത്തിൽ തന്റെ മനസ്സ് തന്റെ ഭർത്താവിന്റെ പകർന്നു കൊടുക്കുന്ന ഒരു പെണ്ണിന് വേറൊരുത്തനെ ഭർത്താവിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്താൻ ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് പുരുഷനായാലും ശരി, ഹലാലായ രൂപത്തിലുള്ള ബന്ധമല്ലാതെ മറ്റൊരു ബന്ധം ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടില്ല. എല്ലാം സൂക്ഷിക്കേണ്ട വിഷയമാണ്. അത് കുടുംബജീവിതത്തെ ബാധിക്കും, അത് പരലോകത്തെ ബാധിക്കും, നമ്മുടെ മക്കളുടെ ഭാവിയെ തകർക്കും. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഭർത്താവിന് പരിഗണന കൊടുക്കുന്ന ഒരു പെണ്ണായി മാറിയിട്ടുണ്ടോ? ജീവിതത്തിൽ സഹോദരങ്ങളെ, ഈ സ്വാലിഹാത്തുൻ ഖാനിതാത്തുൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചു. ഖാനിതാത്ത് പറഞ്ഞാൽ എന്താ? അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ്. ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവ് കൂടല്ലാത്ത സമയത്ത്, ഭർത്താവ് അരികത്തില്ലാത്ത സമയത്ത് ഭർത്താവിന് മാത്രം നൽകേണ്ട പെണ്ണിന്റെ ശരീരത്തെ, ഭർത്താവിന്റെ സമ്പത്തിനെ കാത്തു സൂക്ഷിക്കുന്നവളാണ് ഒരു നല്ല പെണ്ണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ. ആ ദറജയിലേക്ക് ഉയരാൻ കഴിയണം. അത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ അത് കുടുംബരംഗത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിലപ്പെട്ട ഒരു പെണ്ണായി മാറാൻ ആ പെണ്ണിന് കഴിയുന്ന. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു നല്ല തൃപ്തിപ്പെടുന്ന ഒരു കുടുംബജീവിതം, ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന നന്മകളോട്
തൃപ്തിയുള്ള ഒരു ജീവിത ശൈലി ഒരുക്കുന്ന നല്ലൊരു പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉരീത്തുന്നാർ, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി, ഫഇദാ അക്സറ അഹ്ലിഹ നിസാഅ യക്ഫുർന, കൂടുതലായി നരകത്തിൽ ഞാൻ കണ്ടത് നിഷേധികളായ പെണ്ണുങ്ങളെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, അയക്ഫുർന ബില്ലാഹി യാ റസൂലല്ലാഹ്, അയക്ഫുർന ബില്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അവർ അല്ലാഹുവിനെ നിഷേധിച്ചവരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാന, യക്ഫുർനൽ അശീറ വയക്ഫുർനൽ ഇഹ്സാന. ഭർത്താവ് ചെയ്തു കൊടുത്തതിനോട് നന്ദി കെട്ട വർത്താനം പറഞ്ഞ പെണ്ണ്, ഭർത്താവ് ചെയ്തു കൊടുത്ത നന്മയെ തള്ളിപ്പറഞ്ഞ പെണ്ണ്, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒരു പെണ്ണ് നരകത്ത് പ്രവേശിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. 15 കൊല്ലം കൂടെ ജീവിച്ച്, 20 കൊല്ലം കൂടെ ജീവിച്ച് ഭർത്താവെല്ലാം ചെയ്തു കൊടുത്തിട്ട് ചെറിയൊരു പ്രശ്നം വന്നപ്പോഴേക്ക് ചില പെണ്ണുങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ട് എന്ത് ഉപകാരങ്ങളെ കൊണ്ട് എനിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഒരൊറ്റ വാക്ക് മതി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഒരൊറ്റ വാക്ക് മതി. അപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ആര് കൊടുത്തതാ? ഇയാൾ കൊടുത്തതാ. അവിടെ നിൽക്കുന്ന വീടാരതാ? അത് ഇയാളതാണ്. അത്ര കൊല്ലം ഭക്ഷണം കഴിച്ചത് ആരുണ്ടാക്കി കൊടുത്തതാ? ഇയാൾ ഉണ്ടാക്കി കൊടുത്തതാ. പക്ഷെ എന്നാലും നന്ദിയില്ലാത്ത വർത്താനം ഒരു പെണ്ണ് പറയൂ എങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമാണ്, പരലോകം ബാധിക്കണ കേസാണ്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ശുദ്ധീകരിക്കണം, നന്നാക്കണം. അതേപോലെ ഭർത്താക്കന്മാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിർദ്ദേശിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. അത് നമ്മൾ മാനിച്ച് പാലിച്ച് അംഗീകരിച്ച് ജീവിക്കാൻ കഴിയും. ഒന്ന്, സമാധാനം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നല്ല സ്വഭാവത്തിൽ നിങ്ങളുടെ ഭാര്യമാരോട് പെരുമാറണം. ഭാര്യ എന്നുള്ളത് വാരിയല്ല് പോലെ വളഞ്ഞു നിൽക്കുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾ നിർത്തരുത്, പൊട്ടിപ്പോകുന്ന. ഇത് ചില പെണ്ണുങ്ങൾക്ക് അറിയാം. അതൊരു മുതലാക്കണ കുറേ പെണ്ണുങ്ങളുണ്ട്, മനസ്സിലായോ? ഞങ്ങൾ വാര്യല്ല് പോലെയാണെന്ന് സ്വയം പറയുന്ന പെണ്ണുങ്ങൾ. വിവേകം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം, മനസ്സിലായോ? വിവേകം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ചില പെണ്ണുങ്ങൾ തമാശക്കെങ്കിലും പറയും, എന്താ ചെയ്യുക, ഇവിടെ വന്ന് പെട്ടില്ലേ. തമാശക്ക് പോലും നിങ്ങളത് പറയരുത്. തമാശക്ക് പോലും ആ ഒരു വാക്കുകൾ ഭർത്താക്കന്മാരും പറയരുത്. എന്നെ കെട്ടിക്കുടുങ്ങി എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്, പറയരുത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന വാക്കുകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹിൻ്റെ ദീൻ പഠിപ്പിച്ചത്. നോക്കി നിങ്ങൾ, എല്ലായിടത്തും ഒരു പോസിറ്റീവായ സംസാരം, പോസിറ്റീവായ. റസൂലുള്ള പറഞ്ഞല്ലോ, സുർക്ക എന്ത് നല്ല കൂട്ടാൻ, അല്ലേ? ഭക്ഷണം കൊടുന്ന് വെച്ച് കൊടുത്തപ്പോൾ സുർക്ക എന്ത് നല്ല കൂട്ടാൻ. അത്ര ഇഷ്ടമായിട്ടാ? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ള മറ്റൊരു വശം. പക്ഷേ ഭാര്യൻ്റെ കയ്യിൽ അന്ന് അതേ ഉള്ളൂ. അതിൽ തൃപ്തിപ്പെടുന്നൊരു മനസ്സ്, അതിൽ തൃപ്തിപ്പെടുന്നൊരു മനസ്സ്. ഒരു വീട്ടിലേക്ക് പിന്നെ ഒരു പ്രശ്നപരിഹാരത്തിന് പോയ സമയത്ത് ചുമരുമണ്ണ് ഫുള്ള് കറി, കൂട്ടാൻ്റെ ഉപ്പില്ലിട്ട് ഭർത്താവ് ചെമ്പട്ടി ചവിട്ടിയതാണ്, മനസ്സിലായോ? ആ ചുവന്ന പാട്, ഒരു മഞ്ഞ കളർ പാട് വെള്ള ചുമരിൽ. അത് കണ്ടപ്പോൾ തന്നെ മൂപ്പരെ ദറജ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ അത് പെട്ടെന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യണം, പെയിൻ്റ് അടിച്ച് കളയണത്. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കുറേ സ്വഭാവം കാണിക്കുന്ന ആളുകളുണ്ട്. ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ വലിയ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ. സുബറിൻ്റെ വക്താക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആയിഷ ബീവിൻ്റെ മുന്നിലേക്ക് സൈനബിൻ്റെ അടുത്തുനിന്ന് പലഹാരം കൊടുക്കുന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അവിടെ റസൂലുള്ള ചെയ്തൊരു സംഭവം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തെന്താ? പലഹാരം ഇങ്ങനെ കൊടുന്നു കൊടുത്തപ്പോൾ ആയിഷ, ഇത് സൈനബ നിനക്ക് വേണ്ടി തന്നതാണ് പറഞ്ഞത്. റസൂലിന് കൊടുത്തതല്ല, ആയിഷക്ക് കൊടുത്തയച്ചതാ. പക്ഷേ എല്ലാ പെണ്ണിനും ഉണ്ടാകുന്ന ചെറിയൊരു അമർഷം ആയിഷ ബീവിക്കുണ്ടായി. ഒറ്റ തട്ടാണ് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണു, ഉടഞ്ഞു, പലഹാരങ്ങളൊക്കെ വിതറി. റസൂലിൻ്റെ കൂടെ സ്വഹാബത്തുണ്ട്. റസൂൽ തിരിഞ്ഞു നിന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, പിന്നെ ഉമ്മ എന്തോ ഒരു ദേഷ്യത്തിലാണ്, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരാം. അകത്ത് ചെന്നൊരു പാത്രം എടുത്തു കൊടുത്തിട്ട് 2 മുട്ടം കുത്തി അവിടെ ഇരുന്ന് ആ പാത്രത്തിലേക്ക് ഇതൊക്കെ പെറുക്കി വെച്ച് ഈ കാഴ്ച ആയിഷ ബീവി ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. എല്ലാം പെറുക്കി പാത്രത്തിലേക്ക് എടുത്തു വെച്ച് കൊണ്ടുപോയി മിണ്ടിയില്ല റസൂലുള്ള. ക്ഷമ എന്നുള്ളത് ട്രീറ്റ്മെൻറ്റായി റസൂലുള്ള അതിനെ മാറ്റി എന്നുള്ളതാണ്. മിണ്ടാതെ ഇരുന്നു. ആയിഷ ബീവി മെല്ലെ കയറി വന്നു റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക്.
രണ്ട് മുട്ടുംകാലിലും ഇങ്ങനെ അമർത്തി പിടിച്ചു. നിലത്തിരിക്കുന്ന റസൂലുള്ളാഹിൻ്റെ മുട്ടിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ, നിങ്ങൾ എനിക്ക് മാപ്പാക്കി തരണം കേട്ടോ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. ആയിഷ ബീവിൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഞാനല്ലാതെ നിനക്ക് ആരാ മാപ്പാക്കി തരാൻ, ആരാ പൊരുത്തപ്പെടാൻ? ഞാൻ പൊരുത്തപ്പെടും. പൊട്ടിയ പാത്രം ചെയ്യുന്നവൻ്റെതാ, ഓൾ പൊരുത്തപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ജീവിതം, ഇതാണ് ജീവിതം. സഹനത്തിൻ്റെയും ക്ഷമയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ന്യൂനതകളെ മറച്ച് വെച്ചിട്ട് നന്മ ഉപദേശിച്ചിട്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന മക്കൾ സ്നേഹമുള്ള മക്കളായിരിക്കും. അത് കണ്ട് വളരുന്ന മക്കൾ സമാധാനത്തിൽ ജീവിക്കുന്ന മക്കളായിരിക്കും. അവിടെയാണ് നമ്മുടെ തകരാറ്, അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ആ മേഖലകളൊന്നും ഇങ്ങോട്ട് ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ വിജയ. എന്തോ നമ്മൾ എല്ലാ കലഹവും നമ്മുടെ മക്കളെ മുന്നിൽ നിന്നാണ് നമ്മൾ നടത്തുക. ഭർത്താവ് കൊടുത്ത് ഭാര്യൻ്റെ മൂന്നൊക്കെ 3 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നോക്കിക്കും. എന്താ സംഭവിക്കുക? ഓൻ്റെ മൈൻഡിൽ ഈ സാധനം കയറ്റി വെച്ചു. ഉപ്പാൻ്റെ അടി, ഉമ്മ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തെറി പറയണത്, ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവിനെ പരിഗണിക്കാതെ സംസാരിക്കണത്. ഉമ്മ പരിഗണിക്കാത്ത ഭർത്താവിനെ ഒരിക്കലും ആ വാപ്പാന്റെ മക്കൾ പരിഗണിക്കൂല. മനസ്സിലായോ നിങ്ങൾക്ക്? ഉമ്മയെ പരിഗണിക്കാത്ത ഭർത്താവിനെ ഉമ്മയെ എപ്പോഴും ചീത്ത പറയണേ, ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉപ്പയിൽ നിന്ന് കാണുകയാണെങ്കിൽ ഉപ്പാന്റെ സ്വഭാവം പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ജീവിതം ഒരിക്കലും മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരവസ്ഥയ്ക്കല്ല എത്തുക, നേരെ തല തിരികെ ചെയ്യാം. അതുകൊണ്ട് ഇവിടെയൊക്കെ സൂക്ഷിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ മക്കളെ മുന്നിൽ നിന്ന് ഒരുള്ള ഭക്ഷണം എടുത്തിട്ട് നിങ്ങളെ ഭാര്യൻ്റെ വായിൽ വെച്ചു. നിങ്ങളെ ഭാര്യമാരെ ഭർത്താവിൻ്റെ വായിലേക്ക് നിങ്ങളൊരു ഉള്ള ഭക്ഷണം വെച്ചു കൊടുക്കും. മക്കൾ കാണട്ടെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന്, മക്കൾ കാണട്ടെ. നമ്മളെ മക്കളെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്നേഹം അതൊക്കെയാണ്. ആ സ്നേഹം നമ്മളെ മക്കളെ മുന്നിൽ നിന്ന് പ്രകടിപ്പിക്കേണ്ടത്. നല്ല സ്വരത്തിൽ, നല്ല സംസാരം, നല്ല വാക്കുകൾ പ്രയോഗിക്കുക. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ പരസ്പരം നല്ല വാക്ക്. ഇനി അതിൻ്റെ അപ്പുറം എന്തെങ്കിലും ഭാര്യയോട് ഉപദേശിക്കാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജറയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. റൂമിൽ ചെന്നിരിക്കണം. എന്നിട്ട് മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും നേരെ തിരിഞ്ഞിട്ടാണ്, ഒരാൾ ഇങ്ങോട്ടും തിരി, ഒരാൾ അപ്പുറത്തും തിരി. പല സന്ദർഭത്തിലും രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ചേർന്ന് കിടക്കണ പ്രശ്നമില്ല. എന്താ സംഭവം? ചെറിയ 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 വിഷയങ്ങൾ ഒന്നിരുന്ന് സംസാരിച്ച് തീർക്കാൻ നമുക്ക് നേരല്ല. മൊബൈലുമ്പോൾ തോണ്ടല്ലേ കാലം മുഴുവനും. വീട്ടിലേക്ക് കയറി വന്നാൽ മൊബൈലിൽ കളിച്ച് സമയം കളയുന്നതിനേക്കാൾ ഹൈറ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഭർത്താവിനെ ഭാര്യ ഒന്ന് കൂടെ ഇരുത്തിയിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സംസാരിച്ച് നോക്കി. ഒരുപാട് സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ, ഒരുപാട് ആനന്ദം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ മേഖലകൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് ഒരിക്കലും വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഓട്ട മത്സരം നടത്താം. ആയിഷ ബീവിനേറ്റ് ഓടി റസൂലുള്ളാഹി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റു, ആയിഷ ബീവി ഓട്ടത്തിൽ ജയിച്ചു. ഓട്ട മത്സരം നടത്തിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കുറേ ദിവസം കഴിഞ്ഞിട്ട് ആയിഷ ബീവിക്ക് കുറച്ച് തടിക്ക് കൂടി നിൽക്കുന്ന സമയം ആയിഷ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് ഓടാനുണ്ടോ? കുറേ കാലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിഷ ബീവിയോടി. അന്ന് ആയിഷ ബീവി തോറ്റു, റസൂൽ ജയിച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റസൂൽ പറയുന്നത്, അന്നത്തിന് പകരാട്ടോ, അന്നത്തിന് പകരാണ്. ജീവിതം നോക്കി നിങ്ങൾ ഈ നാളെ നിങ്ങൾ ഓട്ട മത്സരം നടത്തിയിട്ട് കാല് മുറിഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജീവിതത്തിൽ പരസ്പരം അറിയാനും സ്നേഹിക്കാനൊക്കെ പറ്റണ നല്ല അവസരങ്ങളെ മുതലാക്കിയിട്ട് ജീവിതത്തിൽ ഒഴിഞ്ഞു ഒരു ദിവസം ഒരു യാത്ര പോകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഒഴിഞ്ഞ് ദൂരത്തേക്കൊന്നും പോണ്ട, ഇവിടെ തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു യാത്ര പോയിട്ട് മക്കൾ ഒരു ഭാഗത്ത് മക്കൾ കളിക്കട്ടെ, ഭാര്യക്കും ഭർത്താവിനും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു പ്രദേശം. മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആകണം, മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ആകണം. ഇത് ഭാര്യ പറയുമ്പോൾ മറ്റോൻ തോണ്ടിയും കൊണ്ടിരുന്നാൽ, ഇപ്പം പറയുമ്പോൾ മറ്റോള് തോണ്ടിയും കൊണ്ടിരുന്നാൽ പറയുന്നതൊന്നും തലേക്ക് കയറൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ഒന്ന് സമാധാനത്തിൽ ഇരുന്നിട്ട് പരസ്പരം സംസാരിക്കാൻ നമുക്ക് പറ്റുമോ? നമ്മളെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ഒന്ന് പരിശോധിച്ചും
പരസ്പരം ദുആ ചെയ്തും അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിച്ചും ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് നമ്മളിൽ നിന്ന് പഠിച്ചു വളരുന്ന നമ്മുടെ മക്കൾ. ഇന്ന് ഭീതിയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ കുറിച്ചാണ്. ഏതർത്ഥത്തിലും മക്കളെ കാര്യത്തിൽ നമുക്കൊരു ബേജാറുണ്ട്. എല്ലാ അർത്ഥത്തിലും രാവിലെ ക്യാമ്പസിലേക്ക്, കോളേജിലേക്ക് പോകുന്ന കുട്ടി ഏത് രൂപത്തിലാണ് തിരിച്ചു വരിക എന്നുള്ളത് ഉപ്പാക്കും ഉമ്മാക്കും പേടിയാണ്, ഭീതിയിലാണ്. എൻ്റെ മക്കളെക്കുറിച്ച് അങ്ങനെ പേടിക്കേണ്ടൊരവസ്ഥ വന്നത്? എന്തേ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്? നമ്മളെ മക്കളെക്കുറിച്ച് നമുക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട ചില ദീനിയായ ചിന്ത, ആശയങ്ങളുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഒരു വാപ്പ ഉമ്മ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട ചില ധാർമ്മികമായ ബോധങ്ങളുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് കഴിയണം. ധാർമ്മികമായ ബോധം, അള്ളാന്റെ ദീനവരണം കൽബിലേക്ക് എത്തിക്കണം. ഒന്നാമതായി കൊടുക്കേണ്ട വിഷയത അള്ളാഹു ആരാണെന്നും അള്ളാന്റെ റസൂൽ ആരാണെന്നും നന്മയുള്ള ഒരു ജീവിതം അവരെങ്ങനെ ചിട്ടയിൽ കൊണ്ടുവന്ന് ഹലാലായ ഭക്ഷണം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബഹിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബി പള്ളിയിൽ നിന്ന് സലാം വീട്ടിയാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി ഓടും. കുറച്ച് ദിവസമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ആ ചെറുപ്പക്കാരനായ സ്വഹാബിയോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് പരാതി പറഞ്ഞു. ആ സ്വഹാബി എന്നും എണീറ്റ് ഓടുണ്ട്, എന്താ പ്രശ്നം എന്നറിയില്ല. അതുകൊണ്ട് റസൂൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു. അദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? സുബഹി കഴിഞ്ഞാൽ ഉടനെ ഓടുന്നുണ്ടല്ലോ, ഒന്ന് ദിക്ർ ചൊല്ലാൻ, ഒരു അദ്കാറുകൾ ചൊല്ലാനൊന്നും ഇരിക്കണില്ല, പെട്ടെന്ന് ഓടുകയാണ്, എന്താ പ്രശ്നമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂലിനോട് ഈ സ്വഹാബി പറഞ്ഞത്, രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഇരുട്ടുള്ള സമയമാണ്, അവിടെ തെളിഞ്ഞ് കാണൂല മുറ്റൊന്നും. എൻ്റെ മക്കൾ പല രാത്രികളിലും വിശന്നൊട്ടി വയറുമായി കിടന്നുറങ്ങുന്നവരാണ്, പട്ടിണിയിലാണ്. അപ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഉറങ്ങിയ മക്കൾ, പ്രായപൂർത്തി എത്താത്ത എൻ്റെ മക്കൾ രാവിലെ എഴുന്നേറ്റാൽ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുറ്റം തെളിഞ്ഞ് കണ്ടാൽ എൻ്റെ അയൽവാസിയുടെ ഈത്തപ്പന മരം എൻ്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറേ ഈത്തപ്പഴങ്ങൾ പഴുത്തു നിൽക്കുന്ന കാലം, അത് താഴേക്ക് വീണ് കിടക്കുന്നുണ്ടാവും. എൻ്റെ മക്കളെങ്ങാനും രാത്രി വിശന്നൊട്ടിയ വയറോടെ കിടന്നുറങ്ങിയ മക്കൾ ഒരുപക്ഷെ അതെടുത്ത് കഴിച്ചാലോ എന്നുള്ള പേടിയുണ്ട് ഞാൻ ഓടുകയാണ് റസൂലേ. ഞാനതെടുത്ത് എൻ്റെ പെറുക്കിയെടുത്തിട്ട് അയൽവാസിയുടെ പറമ്പിലേക്കാണ് ഇട്ടാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നാണ് സ്വഹാബി വിശദീകരിച്ചത്. മനസ്സിലായോ? അവർ പോയി സ്വർഗ്ഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ തകരാറെന്താണെന്നറിയോ? പലിശയുടെ മുതലാണ് നമ്മളെ മക്കൾ തിന്നുന്നത്. ആരാൻ്റെ മുതലാണ് നമ്മളെ മക്കൾ തിന്നുന്നത്? ഹലാലല്ലാത്ത സമ്പാദ്യത്തിലൂടെയാണ് മക്കൾ കഴിക്കണതെങ്കിൽ ആ മക്കളെ പിടിച്ചാൽ കിട്ടൂല. മക്കൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ദുആ ചെയ്യും റബ്ബിനോട്. അള്ളാന്റെ റസൂൽ ചോദിച്ചത് അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുക? മതമഹു ഹറാം, ഓ തിന്നുന്നത് ഹറാമാണ്. മശ്റബഹു ഹറാം, കുടിക്കുന്നത് ഹറാമാണ്. വമൽബസഹു ഹറാം, ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വഹുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. പിന്നെ എങ്ങനെ അള്ളാഹ് സ്വീകരിക്കുക? ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതം. മക്കൾ തിന്നുന്നത് ഹലാലാണ്, ഹലാലല്ല ഹറാമാണെങ്കിൽ ഹറാമ് തിന്ന മക്കളുടെ മനസ്സിലേക്ക് ഹലാലായ ചിന്തകൾ കടന്നു വരാൻ സാധ്യതയല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് ഗൗരവപ്പെട്ട വിഷയമാണ്, നിസ്സാരമാക്കി തള്ളിക്കളയേണ്ട. അതേപോലെ തന്നെ ചെറുപ്പം മുതലുള്ള നന്മയുള്ള ഉപദേശങ്ങൾ, നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കാൻ ഒരു ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മോനെ കുൽ ബിയമീനിക്, ഇത് തിന്നുമ്പോൾ നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്ന്. ഇതൊക്കെ നമുക്ക് നിസ്സാരമായി തോന്നാം, പക്ഷെ ദീനിന് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഇത് വിലപ്പെട്ട ഉപദേശമാണ്. വലത്തെ കൈ കൊണ്ട് തിന്നു മോനെ, നിന്റെ ഭാഗത്തു നിന്ന് കഴിക്കും മോനെ. റസൂലുള്ളാഹിന്റെ ഉപദേശം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു പേരക്കുട്ടികളോട്, എന്ത് സ്നേഹമായിരുന്നു ഫാത്തിമ ബീവിയോട്. മക്കളെ സ്നേഹിച്ചു വളർത്തി റസൂലുള്ളാഹ്, മക്കളെ സ്നേഹിച്ചു വളർത്തി. ഫാത്തിമ ബീവി കയറി വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാറുള്ളത് മർഹബൻ ബിബ്നതി ഫാത്തിമത്ത് ഖിത്അത്തുൻ മിന്നി, എൻ്റെ ഫാത്തിമന്നിൽ നിന്നൊരു കഷ്ണമാണെന്ന് റസൂലുള്ളാഹി ഫാത്തിമാന്റെ മുഖത്ത് നോക്കി പറയാ. മർഹബൻ ബിബ്നതി, കയറി വാ മോളെ എന്ന് റസൂലുള്ളാഹി പ്രത്യേകം ക്ഷണിക്കുമായിരുന്നു.
ആ ഒരു സ്നേഹത്തിൻ്റെ ശൈലി, ചേർത്ത് പിടിക്കുന്ന ശൈലി, മക്കളെ സ്നേഹിക്കുന്നത്, മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുന്ന യാഥാർത്ഥ്യ. മിമ്പറിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കുപ്പായം, റസൂലിൻ്റെ കുപ്പായം എടുത്തിട്ട് എന്നിട്ട് പള്ളിക്ക് ഇങ്ങനെ കയറി വരിക, വീഴുന്നുണ്ട് എണീക്കുന്നുണ്ട്, വീഴുന്നുണ്ട് എണീക്കുന്നുണ്ട്. ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങി വന്നിട്ട് ആ കുട്ടിയെ എടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിലേക്ക് കൊണ്ടുവന്നിച്ചിട്ട് ഇരുത്തിയിട്ട് ഖുതുബ പറഞ്ഞ ചരിത്രമുണ്ട്. ഇന്നത്തെ ഖതീബെങ്ങാനും കുട്ടിക്കും വേണ്ടി മിമ്പർമെന്ന് ഇറങ്ങിയ ഓൻ്റെ കഥ തീർന്നു. മനസ്സിലായോ? അവൻ്റെ കഥ തീർന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പരിഗണിച്ചതാ. സ്വഫിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഒരു ദിവസം സുജൂദ് കിടന്ന റസൂൽ എണീക്കണില്ല, കുട്ടി പെരടിയിലാണ്. സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹിൻ്റെ പെരടിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. സലാം പറഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ സലാം അടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടും കുത്തിയിട്ട് ഇങ്ങനെ താഴെ ഇരിക്കുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടാളും റസൂലിൻ്റെ മുതുകത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഈ രംഗം കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് ആന കളിക്കുകയാണ്. റസൂലുള്ള ആനയായിട്ട് പിന്നെ പേരക്കുട്ടികളെ മുതുകത്തിരുത്തിയിട്ട് കളിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മക്കളെ നിങ്ങൾക്ക് എന്തു നല്ല വാഹനത്തെയാണ് കിട്ടിയിട്ടുള്ളത്. ഉടനെ റസൂൽ തിരുത്തി, വാഹനം മാത്രമല്ല യാത്രക്കാരും മോശക്കാരല്ല. മനസ്സിലായി? യാത്രക്കാരും അത്ര മോശക്കാരല്ല ഉമറേ. എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറാബി വന്നു റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഈ അറാബി പറഞ്ഞു, റസൂലേ നിങ്ങൾ കുട്ടികളെ ചുംബിക്കോ, എനിക്ക് 10 മക്കളുണ്ട്, ഒറ്റൊന്നിനെ ഞാൻ ചുംബിച്ചിട്ടില്ല. അറാബി ബദവികളിൽപ്പെട്ട ആളാണ്, കുറച്ച് കാഠിന്യമുള്ള മനസ്സിൻ്റെ ആൾക്കാരവർ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നല്ല കാരുണ്യം എടുത്തു കളഞ്ഞ് ഞാനെന്ത് വേണം? ഒരു ചുംബനം, ആ ചുംബനത്തിൽ വരെ പാഠമുണ്ടായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ്. ആ ഒരു ജീവിത ശൈലി മക്കളെ ചെറുപ്പം മുതൽ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ പ്രശ്നം എന്താ പറയുക? ഞാനിത് പറഞ്ഞാൽ സമയം കുറേ കൂടിപ്പോകുന്ന പേടി. കുടുംബജീവിതം പറഞ്ഞാലേ വലിയ പ്രശ്നമാണ്. അത് ചെറുപ്പം മുതൽ മക്കൾക്ക് ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ചില സ്നേഹങ്ങളുണ്ട്, പരിഗണനകളുണ്ട്. അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കൾ വളർന്നു വരുമ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തിപ്പെടും. ഞാൻ 1-2 എക്സാമ്പിളുകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, നമ്മൾ രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രംഗമുണ്ട് വീട്ടിൽ. ഈ ചെറിയ മക്കളെ LKGയിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർക്കണ ആ പ്രായം ഉണ്ടല്ലോ, ഉമ്മാരാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്. ഉമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർക്കുന്ന ആ ദിവസം വരെ നമ്മളെ കുട്ടീനെ ഭയങ്കര സ്നേഹിച്ചവരെ നമ്മൾ വല്ലാതെ ലാളിച്ചും സ്നേഹിച്ചും വളർത്തിയതാണ്. എന്നിട്ട് നമ്മളെ കുട്ടിയെ നമ്മൾ കൊണ്ടുപോയി ചേർത്തിയിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ വേണ്ടി എണീക്കുമല്ലോ. ഓൻ്റെ ബസ് വരുന്നത് 7 മണിക്കാണെങ്കിൽ 8 മണിക്കാണെങ്കിൽ 7:45 വിളിക്കണ്. ഒറ്റ വിളി, അടാ എണീക്കണം അവിടെ നിന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഈ കുട്ടി പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഉമ്മ ഉണ്ടാവും മുട്ടിയൊക്കെ തൂക്കിയിട്ടിട്ട് ചട്ടകൊക്കെ കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. ഈ കുട്ടി അന്ന് കണ്ട ഉമ്മ ഉണ്ടല്ലോ, പിന്നെ ഉമ്മാനെ ഡെയിലി കാണുന്നത് ഈ കാഴ്ചയിലാണ്. കുട്ടിയുടെ മനസ്സിൽ അതാണ് ഉമ്മ. അത് പതിയാണ് അവിടെ, അത് പതിയാണ്. സമാധാനത്തിലുള്ള വർത്താനല്ല. ചില ഉമ്മാർ മക്കളെ അടിച്ചിട്ട് ബസ് കയറ്റി വിടും. ഒരിക്കലും നിങ്ങളെ മക്കളെ അടിച്ചിട്ട് നിങ്ങൾ സ്കൂൾക്ക് പറഞ്ഞേക്കരുത്. വെറുപ്പ് നിങ്ങൾ സമ്പാദിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ അടിക്കാൻ പറഞ്ഞ പ്രായത, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിക്കാൻ അനുവാദമുള്ള പ്രായം 10 വയസ്സ് തികയണമെന്നാണ്. ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ പേര് അടിക്കാൻ ഇസ്ലാമിന് അനുവാദം നൽകിയിട്ടുണ്ടോ? 10 വയസ്സ് തികയാത്ത കുട്ടീനെ. അപ്പോൾ അടിക്കേണ്ട ഒരു കാലമുണ്ട്, ആ കാലം വരുമ്പോൾ അടിക്കണം. അടിക്കേണ്ട ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിന് മക്കൾ അടിക്കണം. അടിക്കേണ്ട സ്ഥലമുണ്ട്, അവിടെ അടിക്കണം. വെറുതെ ചെറുപ്പം മുതൽ തന്നെ അടിച്ച് വളർത്തി ആ രൂപത്തിൽ ഒരു ശിക്ഷയായി മാതാപിതാക്കളൊരു ക്രൂരമാണ് എന്ന് മക്കളുടെ കൽബിലേക്ക് തോന്നുന്ന രൂപത്തിലല്ല. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നെ നല്ലോണം സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നണ ഒരു, അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ അവർക്ക് കൊടുക്കേണ്ട സ്നേഹം കൃത്യമായിട്ട് കൊടുക്കേണ്ട വേണം. അതേപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മക്കൾക്ക് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു 6 വയസ്സ് പ്രായം, 6 വയസ്സ് വരെ, ഒരു 7 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. നമ്മൾ മക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ മക്കൾ നമ്മളെ മുഖം പിടിച്ച് ഇങ്ങോട്ട് തിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മക്കൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മക്കളിൽ നിന്ന് മുഖം തിരിച്ചാൽ മക്കൾ മുഖം ഇപ്പുറത്തേക്ക് തിരിച്ചിട്ട് ഓരോ നോക്കാനാ പറയാ. അതെന്തിനാ?
മക്കൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഉമ്മ ഞാൻ പറയുന്നത് കേൾക്കണം. അത് ചെവി കൊണ്ട് മാത്രമല്ല, കണ്ണുകൊണ്ടും കൂടി കേൾക്കണം, മുഖത്തേക്ക് നോക്കണം എന്നുള്ള അത് മക്കൾ ആഗ്രഹിക്കുന്ന സംഭവമാണ്. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്കൂളിൽ വിട്ടിട്ട് കയറി വരുമ്പോൾ ഒരു കുട്ടിക്ക് ഒരുപാട് വിഷയങ്ങൾ ഉമ്മയിട്ട് ഷെയർ ചെയ്യാണ്ടാവും, ഒരുപാട് സംഭവങ്ങൾ. ആ പറയാനുള്ളത് കയറി വരുന്ന കുട്ടി സ്കൂൾ വിട്ടിട്ട് സലാം പറഞ്ഞ് കയറി വരും, ബാഗൊക്കെ പാടെ ഏറ്റിട്ടാണ് വരിക. ഇത് കയറി വരുന്ന സമയത്ത് തന്നെ ചില ഉമ്മാരെന്ത് ചെയ്യാനോ സലാം പറഞ്ഞു വലൈക്കും സലാം വേഗം കഴിച്ചാൽ പെരിയിൽ പണിയോട് പണിയാ, തിരക്ക് പിടിച്ച സമയമാണ്. അതുകൊണ്ട് വർത്താനൊക്കെ നമുക്ക് പിന്നെ പറയാനാണ്. കുട്ടിക്ക് പറയാനുള്ള സമയം നമ്മൾ കൊടുത്തില്ല. രണ്ടാമത്തെ ദിവസം ഇത് തുടർന്നു, മൂന്നാം ദിവസം തുടർന്നു, ഇങ്ങനെ ഒരു മാസമാണ് തുടർന്നാൽ പിന്നെ കുട്ടി സ്കൂളിൽ സംഭവിക്കുന്ന ഒരു സംഭവം ഉമ്മാനോട് പറയില്ല. അവിടെ ഉമ്മ ഒരു ഫ്രണ്ട്ലി ആയി, ഉമ്മ ഒരു 15 മിനിറ്റ് സമയം കുട്ടികളുടെ സംസാരം കേൾക്കാൻ മാറ്റിവെച്ചോട്ടി. സ്വാഭാവികമാണ്, വളർന്ന് കുട്ടി വലുതായാലും ആ കുട്ടിക്ക് പറയാനുള്ളതൊക്കെ ഉമ്മയുമായി കുട്ടി വന്ന് പറയും. മനസ്സിലായി? ഒരു പെൺകുട്ടി ഒരുത്തൻ ശല്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഉമ്മയുടെ കാതിലേക്ക് എത്തണമെങ്കിൽ ആ കുട്ടി തന്നെ വന്ന് പറയണം. അതിനുള്ള അവസരം കൊടുക്കേണ്ടതാരാ? ഉമ്മയാണ്. ആ ചാൻസുകൾ നമ്മൾ ആദ്യമേ അടച്ചു കളഞ്ഞു. പല ആൾക്കാരും ആദ്യം അടച്ചു കളഞ്ഞു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീന് കൊടുക്കണം, മക്കൾക്ക് സ്നേഹം കൊടുക്കണം, മക്കൾക്ക് ഉപദേശം കൊടുക്കണം, മക്കൾക്ക് ശിക്ഷ കൊടുക്കേണ്ടിടത്ത് ശിക്ഷയും കൊടുക്കണം. ആ രൂപത്തിൽ നിങ്ങൾ വളർത്തി അതേപോലെ തന്നെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നല്ല വിജ്ഞാനം, മതപരമായതായാലും ഭൗതികമായും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുക. ഉമ്മയും വാപ്പയും ഒക്കെ ഒന്ന് കൂടിയിരുന്നിട്ട് നീ പഠിക്കേണ്ട കോഴ്സ് എന്താണ് ആലോചിച്ച് ചിന്തിച്ച് വാപ്പ നല്ല ഒരു ഡയറക്ഷൻ ആ വിഷയത്തിൽ അനുഭവ സമ്പത്തുള്ള ആളുകളുമായി കൂടിയാലോചിച്ചിരുന്ന് ഇന്നതാണ് നിനക്ക് ഹൈറ്, ഇന്നതൊന്ന് പരിശോധിച്ചു നോക്കുന്ന പറയാൻ കഴിയണം. ഇന്നത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്നറിയോ? മക്കൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ മക്കൾ പൊയ്ക്കോട്ടെ എന്നാണ് ചില രക്ഷിതാക്കൾ പറയാം. അതിൽ തകരാറൊന്നുമില്ല. പക്ഷെ ആ മക്കൾ അങ്ങനെ പോയാൽ അതൊരു അപകടത്തിൽ പെടുമോ എന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അത് എത്ര കാലം പോകുമെന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ പല രക്ഷിതാക്കൾക്കും മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കണ പ്രശ്നമില്ല. പൈസ ചോദിച്ചാൽ പൈസ കൊടുത്തു കൊടുക്കും. ഓനെന്താ ഫീസ് ചോദിക്കണ്ട, ഫീസ് എടുത്ത് കൊടുക്കും. ഓനെന്തിനാ പഠിക്കണേ അതിനെ അറിയേണ്ട ആവശ്യമില്ല. ഓനെന്തൊക്കെ പഠിക്കുന്നുണ്ട് പോരാ. മക്കളെ കുറിച്ച് കൃത്യമായി ഓരോ വിഷയവും മക്കൾ പഠിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ആ രൂപത്തിൽ മക്കൾക്ക് നല്ല ഒരു ദിശ തിരിച്ചുകൊണ്ട് ഭൗതികമായും ആത്മീയപരമായും പരലോകത്തേക്ക് വേണ്ടതും ദുനിയാവിൽ അവരുടെ ഭാവിക്ക് വേണ്ടതും മാതാപിതാക്കൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് കൊടുത്താൽ സ്വാഭാവികമായും ഒരുപാട് അപകടങ്ങളിൽ നമ്മളെ മക്കളെ തിരിച്ചു പിടിക്കാൻ നമുക്ക് പറ്റും. ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ലഹരി ഉപയോഗിച്ച് വീട്ടിലേക്ക് വരുന്ന മോനെ വാപ്പ ചേർത്ത് പിടിക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ ഇന്നും നമ്മുടെ പ്രവർത്തന രംഗത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, ഞാൻ സിഗരറ്റ് വലിച്ചിരുന്നു പണ്ട്. സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു ദിവസം മറഞ്ഞു നിന്ന് വലിക്കുമ്പോൾ ഞാനിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ വാപ്പണ്ട് വന്നു. വാപ്പാനെ കണ്ടു. വാപ്പ ഞാൻ വലിച്ച് പുക ഇങ്ങനെ ഊതി വിടുന്നതാണ് വാപ്പ കണ്ടത്. ഞാനന്ന് വീട്ടിൽ പോയപ്പോൾ ഭക്ഷണം കഴിച്ച് ഞാൻ ഇരിക്കുന്ന സമയത്ത് വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. ഞാൻ ഉറപ്പിച്ച് വാപ്പ എന്ന് ഇവിടെ ഒരു ബദറുണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വാപ്പ ഒന്നും മിണ്ടില്ല. സലാം പറഞ്ഞ് എൻ്റെ തലമ്മ അങ്ങനെ തടവിയിട്ട് വാപ്പ ഒത്തിക്കിടക്കുകയും വാപ്പ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് കിടക്കണതിൻ്റെ കുറച്ച് മുമ്പ് സോഫയിൽ എൻ്റെ കൂടെ വന്നിരുന്നു. എന്നിട്ട് വാപ്പ എന്നോട് പറഞ്ഞു, പുക വലിക്കരുത് കേട്ടോ, അത് ഭയങ്കര കേടാണ്. വാപ്പ ഒരു സ്നേഹത്തിൽ വാപ്പാൻ്റെ ഉപദേശം. അവൻ പറയാണ്, അന്ന് നിർത്തിയതാണ് ഞാൻ എൻ്റെ ഉപ്പയിൽ നിന്ന് പ്രതീക്ഷിച്ചതൊരു അടിയാണ്. പക്ഷെ എൻ്റെ ഉപ്പ ഇങ്ങനെ ഒരു പ്രതികരണം നൽകുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഉപ്പ അത് പറഞ്ഞതോടുകൂടി ഇങ്ങനൊരു വാപ്പാനെ ഒരിക്കലും ഞാൻ വേദനിപ്പിച്ചു കൂടാന്ന് ചിന്തിച്ചൊരു നിമിഷമായിരുന്നു. നോക്കി നിങ്ങൾ, ചില സമയങ്ങളിൽ നമ്മുടെ വാക്ക് ഉപദേശം അടിയേക്കാൾ ഫലം നൽകുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ കൊടുക്കേണ്ടിടത്ത് ആ രൂപത്തിൽ തന്നെ കൊടുത്താൽ, അങ്ങനെ നൽകേണ്ടിടത്ത് ആ രൂപത്തിൽ തന്നെ കൂടെ നിൽക്കണം. എൻ്റെ വാപ്പൻ്റെ കൂടെ ഉണ്ട് എന്ന് മക്കൾക്ക് തോന്നണം, എൻ്റെ ഉമ്മൻ്റെ കൂടെ ഉണ്ട് എന്ന് മക്കൾക്ക് തോന്നണം. അങ്ങനെ തോന്നിയാൽ സ്വാഭാവികമാണ് നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല.
തീർച്ചയായും നമ്മുടെ മക്കൾ കയ്യിൽ നിന്ന് പോകില്ല. റബ്ബിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. മക്കളുടെ ഹൃദയത്തിൽ റബ്ബിനെ കുറിച്ചുള്ള ഇൽമ്, റബ്ബിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മക്കളുടെ കൽബിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ നമുക്കൊരു പ്രതീക്ഷയായി മാറുന്ന, പരലോകത്ത് അവരെ വളർത്തിയതിൻ്റെ ഫലം പരലോകത്തതിൻ്റെ നന്മ കൊയ്തെടുക്കാൻ നമുക്ക് കഴിയണം. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്. മക്കൾ പരീക്ഷണമായി മാറുന്ന ഘട്ടം ഒന്ന് ദുനിയാവുണ്ട്, അതേപോലെ തന്നെ ആഖിറത്തിലും മക്കൾ പരീക്ഷണമായി മാറും. നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ വിരൽ ചൂണ്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബന അരിനല്ലദീന അദല്ലാന, പടച്ചോൻ എന്നെ വഴിപഠിപ്പിച്ചവരെ എൻ്റെ മുന്നിലേക്കൊന്ന് കാണിച്ചതാ റബ്ബേ. അതിൻ്റെ അമ്മയും വാപ്പിയാണ്. ഖുർആനും സുന്നത്തും പഠിപ്പിച്ചില്ല, എനിക്ക് നന്മ ഉപദേശിച്ചു തന്നില്ല, നന്മയുടെ വഴിയിലേക്ക് എന്നെ കൊണ്ടുപോയില്ല, എന്നെ കാണിച്ചതാ എനിക്കവരെ. എന്തിനാ? ചുംബിക്കാനല്ല, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചവിട്ടിത്ത് മറക്കട്ടെ എന്ന് മക്കൾ പറയുന്ന. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള പിന്നെ ചിന്തകളിൽ നിന്നൊക്കെ മാറിക്കിട്ടണമെങ്കിൽ വാപ്പ മക്കൾക്കൊരു റോൾ മോഡലായി മാറണം. ഉപ്പ എന്ന സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി എല്ലാ സമയത്തും ഒരു ദീനിയായ ഉപ്പയായി മക്കൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ തന്നെ വാപ്പാൻ്റെ മക്കൾ എന്ത് ചെയ്യും? വളരും. ഇസ്ലാമിക വേഷം ധരിച്ച് ദീനിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ച് വീട്ടിൽ 5 നേരവും നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ അത്ര ശ്രദ്ധിക്കുന്ന ഒരു ഉമ്മ വീട്ടിലുണ്ടോ, ആ ഉമ്മയെപ്പോലെ തന്നെ ഒരു മകൾക്കൊരു മകന് വളരാൻ കഴിയുന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നമ്മുടെ മക്കൾ ഉണ്ടാവുക. അതുകൊണ്ട് ചേർത്ത് വെക്കുക. നാട്ടിൽ ദഅവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ മക്കൾ അതിലേക്കൊക്കെ കൊണ്ട് പങ്കാളികളാക്കുക. നല്ല നല്ല പള്ളിയുമായൊക്കെ എപ്പോഴും ഒരു ബന്ധം നമ്മളെ മക്കൾ ഉണ്ടാക്കി കൊടുക്കണം. പള്ളിയിൽ ഒരുപാട് പേര് നോമ്പ് തുറ നടക്കുക, നോമ്പ് തുറക്കുക ഒന്നും വേണ്ട, നോമ്പ് തുറ നടക്കുന്നിടത്ത് അവിടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ, ഒന്ന് ചെല്ലടാ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അതൊരു ഇൻട്രസ്റ്റാണ്. ചെറുപ്പം മുതൽ തന്നെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാനും പാത്രം എടുത്തു വെക്കാനും അവിടെ കസേര ഇടാനും എല്ലാത്തിനും ഒന്ന് അവൻ ചെയ്യണം എന്നല്ല, അവനൊന്ന് കൂടി അതിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ. നാട്ടിലൊരു ദഅവത്ത് നടക്കുമ്പോൾ, ഒരു നല്ല പ്രവർത്തനം നടക്കുമ്പോൾ ആ ദഅവത്തിൻ്റെ പണിയിലേക്കൊക്കെ ഒന്ന് മക്കളെ ചേർത്ത് ഒന്ന് കയറ്റിയാണ് വിടുക, ഒന്ന് കൂടിക്കൊടുക്കോലപ്പം ആണ് പൊയ്ക്കോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഇരുത്തണം, ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഇരുത്തണം, ഒരു വിജ്ഞാനത്തിൻ്റെ സദസ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇരുത്തണം. ഈ അർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമ്മൾ വാർത്തെടുത്താൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഇബാദത്തിൻ്റെ കാര്യത്തിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ഇനി 1-2 ദിവസങ്ങളാണ് നമ്മളെ മുന്നിലുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദാനധർമ്മം ചെയ്യുന്നിടത്ത്, ദുആ നിർവഹിക്കുന്നിടത്ത്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നിടത്ത്, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്ത് എല്ലാ അർത്ഥത്തിലും അത് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലൊരു കുടുംബത്തിലെ അംഗങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നരകം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു, അതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് കാണാം. ആ രൂപത്തിൽ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയായി, നല്ലൊരു കുടുംബത്തിലെ അംഗമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എരിവരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാളെ പരലോകത്ത് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിന് സമാധാനവും സലാമത്തും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.